മരണത്തിന്റെ കയത്തിലേക്കുള്ള മൂടി അങ്ങോട്ട് മാഞ്ഞു കഴിഞ്ഞാൽ, പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ സഫറിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. ആ വാക്ക് വെറുതെയാണ്. ഒരാൾക്ക് അവധി വന്നെത്തിയാൽ, മരണത്തിന്റെ സമയം വന്നെത്തിയാൽ, ആ മരണത്തിന്റെ സമയത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അവനെ പിടിച്ചു കയറ്റാൻ, ഒരു നിമിഷം പോലും അവനെ നീട്ടിക്കൊടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. ഒരു ഉസ്താദിനും സാധ്യമല്ല, ഒരു തങ്ങൾക്കും സാധ്യമല്ല, ഒരു ആലിമിനും സാധ്യമല്ല, ഒരു വൈദ്യശാസ്ത്രജ്ഞനും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഫിർഔനിന്റെ വിഷയത്തിലും സംഭവിച്ചത് ഇതാണ്. ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കാമെന്ന് താണുകേണ് ഫിർഔൻ പറഞ്ഞപ്പോൾ അള്ളാന്റെ തിരിച്ചുള്ള ചോദ്യം എന്താണെന്നറിയുമോ? ഫിർഔൻ, ഇപ്പോഴാണോ ഫിർഔൻ നിനക്ക് ബോധം വരുന്നത്? അവസരങ്ങൾ തീർന്നു പോയല്ല ഫിർഔൻ, പശ്ചാത്താപത്തിന്റെ വാതിലടഞ്ഞു പോയല്ല ഫിർഔൻ. അല്ലാഹു പറയുകയാണ്, രണ്ടവസരങ്ങളിലാണ് മനുഷ്യന്റെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുക. ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന സമയത്ത് അതിന് സാക്ഷികളാകുന്ന ഏതൊരു മനുഷ്യനും തൗബ ചെയ്യുമെന്നാണ്, ഏതൊരു മനുഷ്യനും പശ്ചാത്തപിച്ചു പോകുമെന്നാണ്. ഒന്നാമത്തെ അവസരം ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ മരണത്തിന്റെ ദൂതന്മാരായ മലക്കുകളെ നമ്മൾ കണ്ട് നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം പശ്ചാത്തപിക്കാത്ത മനുഷ്യരുണ്ടാവുകയില്ല, തൗബ ചെയ്യാത്ത മനുഷ്യരുണ്ടാവുകയില്ല, തൗബ കൊണ്ടൊരു ഫലവുമില്ല. രണ്ടാമത്തെ അവസ്ഥ ഏതാണെന്നറിയുമോ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോഴാണ്. എല്ലാ ദിവസവും കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു പൊന്നുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ഉദയം സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉദയം ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ യഥാ പശ്ചാത്താപത്തിന്റെ വാതിലടയുകയാണ്, അവിടെ യഥാ തൗബയുടെ വാതിലടയുകയാണ്. അതിന്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ, ഹൃദയത്തിൽ നിന്നുള്ള തൗബ, മനസ്സിൽ നിന്നുള്ള തൗബ, കണ്ണീരിൽ കുതിർന്ന തൗബയുമായി അല്ലാഹുവിലേക്ക് പോകുക പ്രിയപ്പെട്ടവരെ. ഫിർഔനോട് അല്ലാഹു ചോദിക്കുകയാ, പറയുകയാണ്, വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, ഇതിന്റെ മുന്നേ നീ എത്ര വലിയ ധിക്കാരിയായിരുന്നു, എത്ര വലിയ അഹങ്കാരിയായിരുന്നു. ഈ ദുനിയാവിൽ മുഴുവൻ ഫസാദ് വിതച്ചുകൊണ്ട് നീ നിന്റെ അഹങ്കാരം മുഴുവൻ ചിലവഴിച്ചില്ലേ? ഫല്യൗം, ആയതിനാൽ ഇന്നേ ദിവസം, ഫല്യൗം, ആയതിനാൽ ഇന്നേ ദിവസം, നുനജ്ജീക ബിബദനിക്, നിന്റെ ശരീരത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ചെങ്കടലിന്റെ ആഴിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേതനയേറ്റ ശരീരം മാത്രമാണ്, ജീവനില്ലാത്ത ശരീരം മാത്രമാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വന്ന ഒരുപാട് മനുഷ്യരെ കരക്ക് കാത്തു നിൽക്കുന്നുണ്ട്. നീ കടലിലേക്ക് പ്രവേശിച്ചപ്പോൾ നിനക്ക് മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വിഡ്ഢികൾ നിന്നെയും കാത്ത് കരയിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് നിന്റെ ഈ ചേതനയേറ്റ ശരീരത്തെ ചെങ്കടലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എറിയുന്നതാണ്. അല്ലാഹു പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, ആ ആയത്ത് റബ്ബ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞതാണ്. 2025 ജീവിക്കുന്ന നമ്മളടക്കമുള്ള മഹാമനുഷ്യരെ കുറിച്ച് മുഴുവൻ, ആ മനുഷ്യന്റെ മഹാസഞ്ചയത്തെ കുറിച്ച് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണത്. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വല്ല തിരിച്ചറിവും നമുക്കുണ്ടായിട്ടുണ്ടോ? വല്ല മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര മയ്യിത്തുകൾ നാം കഫൻ ചെയ്തിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾ നാം ദഫൻ ചെയ്തിട്ടുണ്ട്, ഖബറടക്കിയിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾക്ക് നാം വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മയ്യിത്തുകൾ മറമാടിക്കൊണ്ട് ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതാ ജീവിതത്തിന്റെ അധാർമിക സഞ്ചാരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പല അവലംബങ്ങളിലേക്ക്
ഖബറിലേക്കും നാം വീണ്ടും പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. മുൻകാല പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, യഥാർത്ഥത്തിൽ ഒരു മയ്യിത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകപ്പെടുന്നത് കാണുമ്പോ മുൻകാലമുള്ള പണ്ഡിതന്മാർ പറയുമായിരുന്നു, ഇന്നത്തെ മയ്യിത്തിനെ നാളത്തെ മയ്യിത്തുകൾ ചുമന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചുമക്കുന്ന മയ്യിത്തുണ്ടല്ലോ, അത് ഇന്നത്തെ മയ്യിത്താണ്. ചുമക്കുന്ന നമ്മളുണ്ടല്ലോ, നാം നാളത്തെ മയ്യിത്താണ്. നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം മരിക്കേണ്ടവരാണ് നാം. ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ. ആരോടാണിതല്ല പറഞ്ഞതെന്നറിയുമോ? നീയും മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. ആരോടാണിത് പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ, നീ മരണപ്പെടുന്നതാണ്, താങ്കൾ മരണപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മരണമാകുന്ന നമ്മുടെ നാടിന്റെ ചുറ്റിലും നടക്കുന്ന, നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന മരണങ്ങളുണ്ടല്ലോ, ആ മരണം നമുക്കുള്ള ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. ഓരോ വട്ടവും മരണം, ഓരോ മരണവാർത്തകൾ നമ്മൾ ഖബർസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ അത് വലിയ ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തിരിച്ചുവിളിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബർ കാണേണ്ടതില്ല, പള്ളിക്കാട്ടിലേക്ക് കയറി പോകേണ്ടതില്ല. ഖബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉൾക്കിടലമുണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമായിരുന്നു, നീണ്ട താടിരോമങ്ങളുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞ നീണ്ട താടിരോമങ്ങൾ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ്, വല്ലാത്തൊരു സൗന്ദര്യമാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തൂർന്നു കിടക്കുന്ന താടിരോമങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ബഖീഅ സന്ദർശിച്ചു കഴിഞ്ഞാൽ, മദീന പള്ളിയുടെ ഓരത്തുള്ള ബഖീഅയിലേക്ക് അദ്ദേഹം നടന്നു പോയി കഴിഞ്ഞാൽ, ആ ബഖീഅയിലെ അങ്ങനെ ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ കവിൽ തടത്തിലൂടെ ചാലിട്ടൊഴുകുമെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അത് താഴേക്ക് വീഴില്ല, കാരണം കണ്ണുനീർ അദ്ദേഹത്തിന്റെ താടിരോമത്തിലേക്ക് അങ്ങനെ ഊർന്നു വരുമെന്നാണ്. എന്നിട്ട് ആ തിങ്ങി നിറഞ്ഞ തീണ്ട താടിരോമങ്ങളുണ്ടല്ലോ, ആ താടിരോമങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കണ്ണുനീരിന്റെ ബാഷ്പഗണങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാല പോലെ ആ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്ന കാഴ്ചകൾ സ്വഹാബത്ത് കാണുമെന്നാണ് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. യാ ഉസ്മാൻ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ കണ്ണീര് പൊഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയുമോ? പരലോക യാത്രയുടെ ഒന്നാമത്തെ വീടാണിത്. മനുഷ്യൻ പരലോകത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ വീടാണിത്. ഇവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ രക്ഷയുടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷയുടെ നാന്തി ഇവിടെ കുറിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൂടുതൽ തീവ്രമായി കരയുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. 40 or 50 കൊല്ലം കഴിഞ്ഞുകൂടാനുള്ള വീടിന് വേണ്ടി നാം പണിയെടുക്കുമ്പോൾ ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കുന്ന സമയം എന്തൊക്കെയാണ് നാം പരിഗണിക്കാറുള്ളത്? ആ വീടിന്റെ മാർബിൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എങ്ങനെയാവണം, ആ വീടിന്റെ സെൻട്രൽ ഹാൾ എങ്ങനെയാവണം, വരാന്ത എങ്ങനെയാവണം, കിച്ചൺ എങ്ങനെയാവണം, ബെഡ്റൂമുകൾ എങ്ങനെയാവണം, ഇന്റീരിയർ എങ്ങനെയാവണം, ലാൻഡ്സ്കേപ്പ് എങ്ങനെയാവണം, മുറ്റം എങ്ങനെയാവണം എന്നിങ്ങനെ കാലങ്ങളെടുത്തുള്ള മാസങ്ങളെടുത്തുള്ള കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിലാണ് ഓരോ കാര്യങ്ങളും നാം തീരുമാനിക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് നിന്നാണ് നാം നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ പർച്ചേസ് ചെയ്യുക. 30 or 40 or 50 കൊല്ലം കഴിയാനുള്ള വീടിന് വേണ്ടി ഇത്രയേറെ സമയങ്ങൾ നാം ചെലവഴിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മ കിടത്തുന്ന ഖബറുണ്ടല്ലോ, പച്ചയായ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി കിടത്തുന്ന നമ്മുടെ ഖബറുണ്ടല്ലോ, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, സഹോദരനില്ലാത്ത, സഹോദരിയില്ലാത്ത, നാട്ടുകാരില്ലാത്ത, കൂട്ടുകാരില്ലാത്ത,
പരിചയക്കാരില്ലാത്ത ആരോരുമില്ലാതെ ഏകാകിയായി കടക്കേണ്ടി വരുന്ന ഖബറുണ്ടല്ലോ, മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. എത്രയാണ് കിടക്കേണ്ടത്? പതിറ്റാണ്ടുകളാണോ, നൂറ്റാണ്ടുകളാണോ, സഹസ്രാബ്ദങ്ങളാണോ അവിടെ കിടക്കേണ്ടി വരിക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും അറിയില്ല. സമാനുകളോളം, യുഗങ്ങളോളം ആ ഖബറിന്റെ ഉള്ളിൽ നാം കിടക്കേണ്ടതുണ്ട്. ആ ഖബറിന് വേണ്ടി എന്താണ് നാം ചെയ്തു വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ആ ഖബറിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി എന്താണ് നാം ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആ ഖബറിൽ നമുക്ക് കൂട്ടായി ഉണ്ടാകുക ചിതലുകളും പുഴുക്കളും മാത്രമായിരിക്കും. നമ്മുടെ മുന്നിൽ വിഭവ സമൃദ്ധമായ സദ്യകൾ കൊണ്ടുവന്ന് വെക്കുമ്പോ വിശക്കുന്ന നമുക്ക് എത്രമാത്രം ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമോ, അതുപോലെ നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പുഴുക്കളും ചിതലുകളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എത്ര പണം ചെലവഴിച്ചിട്ടാണ് നാം നമ്മുടെ തൊലിയുടെ സൗന്ദര്യം സംരക്ഷിച്ചത്, നാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിച്ചത്? എത്ര പണമാണ് നാം അതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്? ഖബറിലേക്ക് അങ്ങോട്ട് വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വയറങ്ങോട്ട് വീർക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധത്തോടെ ആ വയറങ്ങോട്ട് പൊട്ടുകയാണ്. കണ്ണിന്റെ പകരം രണ്ട് മാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ശരീരത്തിന്റെ തൊലിയും മാംസവും അടർന്നു വീഴുകയാണ്. ആഴ്ചകൾ കഴിയുമ്പോൾ മുടിയും നഖവും അടർന്നു വീഴുകയാണ്. അവസാനം കൂടിന്റെ ചുറ്റിലും കാണപ്പെടുന്ന ഒരു ദ്രാവകം മാത്രമായി മനുഷ്യന്റെ സ്വപ്നങ്ങൾ തീരുകയാണ്. മനുഷ്യന്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. പെരുമനടിക്കലിൽ നിങ്ങൾ ഇങ്ങനെ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മത്സരിച്ചും ഭോഷ്കനടിച്ചും പെരുമനടിച്ചും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും ആധിക്യവും ആ സന്താനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പെരുപ്പവുമെല്ലാം കാണിച്ചിട്ട് അങ്ങനെ ജീവിക്കുമ്പോ അനിവാര്യമായ അവസാനം ആ പള്ളിക്കാട്ടിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ മാത്രമേ നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ മുഴുവനുമുള്ളൂ, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവനുമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ജീവിതത്തിന് തിരശ്ശീല വീഴലല്ല, ജീവിതം അവസാനിക്കുകയില്ല, ജീവിതം തുടങ്ങുകയാണ്. യഥാർത്ഥ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം, പരലോക ജീവിതം അവിടെ തുടങ്ങുകയാണ്. പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അവിടെ തുടങ്ങുകയാണ്. ആ ഖബർ ജീവിതം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ ആ ചോദ്യം ഒന്നാമതായി അല്ലാഹുവിനെ കുറിച്ചുള്ള ചോദ്യത്തിലൂടെയാണ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചോദ്യത്തിലൂടെയാണ്. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന് മറുപടി അറിയണമെങ്കിൽ അറബി ഭാഷയിൽ PhD എടുത്തിട്ട് കാര്യമില്ല, വലിയ കിതാബുകൾ മുഴുവൻ വായിച്ചു തീർത്തിട്ട് കാര്യമില്ല. എത്രയോ കിതാബുകൾ രചിച്ചൊരു വലിയ പണ്ഡിതന് പോലും മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണമെന്നില്ല. ഹൃദയത്തിൽ ഇഖ്ലാസും ഖുശൂഉം അതിന്റെ കൂടെ അമാലുകളും ഇല്ലെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയുക പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. തൗഹീദ് എന്ന ഏറ്റവും വലിയ റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ സാധ്യമല്ല. എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ തങ്ങളാകട്ടെ, എത്ര വലിയ ഉസ്താദാകട്ടെ, ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ, മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ റബ്ബ് അല്ലാഹുവായി മാറണം, ജീവിതത്തിൽ റബ്ബ് പടച്ചവനായി മാറണം, ജീവിതത്തിൽ ആശയും അവലംബവും അല്ലാഹു മാത്രമായി മാറണമല്ലാത്തവർ പ്രിയപ്പെട്ടവരെ ഉത്തരം കിട്ടുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു ചുമട്ട് തൊഴിലാളിയായ ഖുർആൻ പോലും തപ്പിത്തടഞ്ഞ് മാത്രം വായിക്കാൻ അറിയുന്ന പാമരനായ ഒരു മനുഷ്യൻ, അധികമൊന്നും ഇൽമില്ല, അധികമൊന്നും അറിവില്ല, പക്ഷേ ഹൃദയത്തിൽ അല്ലാഹുണ്ടായിരുന്നു, പടച്ച റബ്ബുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആ പാവപ്പെട്ട പാമര മനുഷ്യന്റെ നാവുകൾ യാ
അല്ലാ യാ അല്ലാ എന്ന് മാത്രം മന്ത്രിച്ചിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബീ അല്ലാ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അണ്ടകടാഹത്തിന്റെ നിയന്താവായ ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാനായ അഖിലാണ്ട മണ്ഡലത്തിന്റെ നിയന്താവായ അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് മറുപടി പറയാൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ നമുക്ക് അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം കാല് വഴുതി വീഴുന്ന സമയത്ത് പോലും നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വചനങ്ങൾ എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സെൻട്രൽ ഹാളിൽ അടുക്കളയിലേക്ക് പോകുമ്പോ കാലൊന്ന് വഴുക്കുകയാണ്, എന്നിട്ട് വീഴാൻ പോകുകയാണ്. ആ സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് ബദിരീങ്ങളെ എന്നാണ് വരുന്നതെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖേ എന്നാണ് വരുന്നതെങ്കിൽ, മമ്പറത്ത് തങ്ങളെ എന്നാണ് വരുന്നതെങ്കിൽ, അജ്മീറിലെ ഖോജ എന്നാണ് വരുന്നതെങ്കിൽ, അർശിന്റെ ഉടമസ്ഥനായ പടച്ചുറപ്പിന് തന്നെയാണ് സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിലെ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒരു ചെറിയ കാൽവഴുക്കൽ തൊട്ട് ഭീമാകാരമായ ഒരു വാഹനാപകടത്തിന്റെ മുന്നിൽ നാം എത്തിച്ചേർന്നാലും യാ അല്ലാഹ് യാ അല്ലാഹ് എന്നാണ് നമ്മുടെ നാവുകൾ മന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ മന്ത്രിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലുള്ള ചോദ്യത്തിന് കൃത്യമായി റബ്ബി എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് മറുപടി പറയാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഖബറിൽ നമുക്ക് ബാക്കിയാവുക മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്, മൂന്ന് വിഷയങ്ങൾ മാത്രമാണ് ആ ഖബറിൽ നമുക്ക് ബാക്കിയാവുക. ഒന്നാമത്തേത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനവന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൂട്ടിയ നന്മയല്ലാതെ അവനെ കാത്തിരിക്കുകയില്ല കേട്ടോ. അള്ളാഹു പറഞ്ഞു തന്നതാണ് പരിശുദ്ധ ഖുർആനിൽ. ജീവിതമാകുന്ന ഈ പരീക്ഷാ ഹാളിൽ വെച്ച് നാം എഴുതി ചേർക്കുന്ന നന്മയുടെ അധ്യായങ്ങളുണ്ടല്ലോ, ആ നന്മയുടെ അധ്യായങ്ങളല്ലാതെ ഖബറിൽ മറ്റൊന്നും നമ്മെ അനുഗമിക്കുകയില്ല. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സദഖത്തുൻ ജാരിയ, നിന്റെ ജീവിതകാലത്ത് നീ ഇവിടെ ചെയ്തു വെച്ച നന്മകളുണ്ടല്ലോ, ജാരിയായ സദഖകളുണ്ടല്ലോ, നിന്റെ പ്രയത്നം കൊണ്ട് സമ്പത്ത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കപ്പെട്ട പള്ളികൾ, കിണറുകൾ, സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, ഇൽമിന്റെ കേന്ദ്രങ്ങൾ, അവിടെ ആ പ്രവർത്തനം നടക്കുന്ന കാലമത്രയും നിന്റെ അമലിന്റെ ഏട് നിലച്ചു പോകുകയില്ല. നിന്റെ നന്മയുടെ ഏടുകൾ, നിന്റെ നന്മയുടെ പേന നിലച്ചു പോകുകയില്ല. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ ഒരു മകനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനമാണ് മൂന്നാമതായി ബാക്കിയുണ്ടാവുക. അങ്ങനെ ഒരു സന്താനത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദീനാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഉപ്പാന്റെ മരണത്തെ കുറിച്ച് കൈപിടിച്ച് പറഞ്ഞു കൊടുക്കണം. പൊന്നുമോനെ, ഒരു ദിവസം നിന്റെ ഉപ്പ നിന്നിൽ നിന്ന് വിട പറഞ്ഞു പോകും. ഉപ്പാന്റെ ശരീരം കഫൻ തുണി കൊണ്ട് ചുറ്റിപ്പൊതിയും, എന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. 6 അടി മണ്ണിലേക്ക് ബാപ്പാന്റെ ശരീരം വെക്കും. മൂടുകല്ലുകൾ വെച്ചതിന്റെ മുന്നിൽ മണ്ണ് വാരിയിട്ട് നാട്ടുകാരെ മുഴുവനും പിരിഞ്ഞു പോകും. അതിന്റെ പുറത്തേക്ക് ഈ വാപ്പാക്ക് നന്മകളില്ല കേട്ടോ. അതിന്റെ പുറത്തേക്ക് ഈ വാപ്പാന്റെ കർമ്മത്തിന്റെ ഏടുകൾ തുറക്കപ്പെടുകയില്ല. നിന്റെ പ്രാർത്ഥന മാത്രമാണ്, നിന്റെ ദുആ മാത്രമാണ് ഉപ്പയെ തേടിക്കൊണ്ട് ഖബറിലേക്ക് വരിക, ഉമ്മയെ തേടിക്കൊണ്ട് ഖബറിലേക്ക് വരിക. ആ മക്കളോട് പ്രിയപ്പെട്ടവരെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മക്കളുടെ ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ആ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൈ കെട്ടിക്കൊണ്ട് സൂറത്ത് ഓതിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് പോലും എനിക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചതെന്ന് എൻ്റെ വാപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേയല്ല, എനിക്ക് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് എൻ്റെ വാപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേയല്ല, എനിക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ ഓതിത്തന്ന് എൻ്റെ ഉപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേയല്ല, ദീനിന്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ ഉപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേയല്ല എന്ന് ആ മക്കൾക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാത്രമല്ല, ആ വഴിയിലൂടെ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ അനുഭവം ഓർക്കുകയാണ്. എല്ലാ വക്തും കൃത്യമായി പള്ളിയിലെത്തുന്ന
ഒരാൾ, 5 വക്തും ഒന്നാമത്തെ സൊഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ തിന്മകളില്ലാത്ത ധാർമ്മികതകളില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, ഇഖ്ലാസുള്ളൊരു മനുഷ്യൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, അറ്റാക്ക് വന്നിട്ട് പള്ളിയിൽ വെച്ച് മരണപ്പെട്ടപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് വീട്ടിലേക്ക് എടുത്തപ്പോ ആ മയ്യത്ത് കാണാൻ വേണ്ടി 2 ആൺമക്കളും വന്നില്ല. ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനും ആൺമക്കളെ ചെയ്യില്ല. മാത്രമല്ല പള്ളിക്കാട്ടിലേക്ക് നാട്ടുകാര് ചുമന്നു കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ ഒരു തോളത്ത് ഒരു ഭാഗത്ത് തോള് വെക്കാൻ ആ മക്കളുണ്ടായിരുന്നില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോ ആ സൊഫുകളിൽ എവിടെയും ആ മക്കളെ കാണാനില്ല. ആ തെരുവിലൂടെ ഈ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവരെ, അതേ തെരുവിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ കള്ളു കുടിച്ച് ബോധം കെട്ട് ഓടയിൽ വീണ് കിടക്കുകയാണ്. അതേ മനുഷ്യന്റെ 1ാമത്തെ മകൻ ഏതോ കുത്തുകേസിലോ മറ്റോ പെട്ട് റിമാൻഡിൽ കിടക്കുകയാണ്, ജയിലിലാണ്. 1ാമത്തെ മകൻ ജയിലിലാണ്, 2ാമത്തെ മകൻ കള്ളു കുടിച്ച് ബോധരഹിതനായി ഓടയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ആ മനുഷ്യന് വേണ്ടി അല്ലാഹു എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, വർഹംഹു കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ 2 മക്കളുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തന്നെ നല്ലവരായാലും, എത്ര തന്നെ ജീവിതത്തിൽ നാം സൂക്ഷിച്ച് ജീവിച്ചാലും നമ്മുടെ വഴിയിലൂടെ മക്കൾ വരണമെന്നില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ കോരിച്ചൊരിയുന്ന പേമാരിയിലേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്നതിന്റെ മുന്നേ അവരുടെ കയ്യിലേക്ക് കുട നാം വെച്ചു കൊടുക്കുന്നത് പോലെ അധർമ്മങ്ങൾ പേമാരിയായി പെയ്യുന്ന ഇന്നിന്റെ കാലത്ത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കുട്ടികൾ പോകുമ്പോൾ ദീൻ എന്ന് പറയുന്ന ആ വലിയ സംരക്ഷണത്തിന്റെ ആ വലിയ സംരക്ഷണം അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ മരണത്തിന് ശേഷം പ്രാർത്ഥിക്കാനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മരണത്തിന് ശേഷവും നാട്ടുകാർ നമ്മെ തെറി വിളിക്കുന്നതിന്, നമ്മെ കുറ്റം പറയുന്നതിന് ആ മക്കള് കാരണമാവുകയും ചെയ്യും. ഏറ്റവും വലിയ അനുഗ്രഹമാണത്. മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ദുആ, ഒരു മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഇങ്ങനെ പ്രതിഫലം കൊടുക്കും, അയാൾക്ക് പ്രതിഫലം ഇങ്ങനെ കൊടുക്കും. ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കും, പഠിച്ചോനെ, ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത്രയൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഇതിന് മാത്രമുള്ള നന്മകളൊന്നും എനിക്കില്ല. അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറുകളാണത്. സുബ്ഹാനല്ലാഹ്, നിന്റെ മകൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറുകളുടെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന റബ്ബി ഗ്ഫിർലി വലിവാലിദൈ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണേ. അല്ലാഹ് റബ്ബിർഹംഹുമാ, അവരോട് നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ എന്നെ വളർത്തിയത്, സംരക്ഷിച്ചത്, അതുപോലെ. വലിയ അർത്ഥമുണ്ട് ആ വാക്കുകൾക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിചയമില്ലാത്ത ലോകത്തേക്ക് വന്നു. പാല് വേണമെന്ന് പറയാൻ നമുക്കറിയില്ല, ഉമ്മമാരോട് ചേർത്ത് പിടിച്ചു. വയറുവേദന എടുക്കുന്ന പറയാൻ നമുക്കറിയില്ല, വാപ്പ നമ്മെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഡോക്ടർമാരുടെ അടുത്തേക്ക് മാറി മാറി കൊണ്ടുപോയി, മാറി മാറി മരുന്നുകൾ തന്നു, മാറി മാറി കാണിച്ചു നോക്കി. ആവശ്യങ്ങൾ പറയാതെ, ആവശ്യങ്ങൾ അറിയാതെ അവർ ബന്ധപ്പെടുകയായിരുന്നു, ബേജാറാവുകയായിരുന്നു. നമ്മൾ അജ്ഞാതമായൊരു ലോകത്തേക്ക് പോകുകയാണ്. അജ്ഞാതമായ ഖബർ എന്ന ലോകം, ബർസഖ് എന്ന ലോകം നമുക്ക് മുൻപേ പരിചയമില്ല. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. രക്ഷയാണോ ശിക്ഷയാണോ നമുക്ക് കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആ അറിയാത്ത ലോകത്ത്, നമുക്ക് പരിചയമില്ലാത്ത ലോകത്ത്, അജ്ഞാതമായ ലോകത്ത്, റബ്ബേ, അജ്ഞാതമായ ഈ ലോകത്ത് ഞാൻ വന്നപ്പോൾ എന്നെ എൻ്റെ മാതാപിതാക്കൾ സംരക്ഷിച്ചതുപോലെ ഇന്ന് അജ്ഞാതമായ ലോകത്തേക്ക് യാത്രയായ എൻ്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ, നീ അവർക്ക് സംരക്ഷണം നൽകണേ അല്ലാ, നീ അവർക്ക് കാരുണ്യം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അർത്ഥവത്താണ്, എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാം ഇക്റാം ആഗ്രഹിക്കുന്നവരാണ്, ബഹുമാനവും ആദരവും ആഗ്രഹിക്കുന്നവരാണ്. ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത് മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആദരവാണ്. ഏറ്റവും വലിയ ഹീനത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അപമാനം, നിന്ദത എന്ന് പറയുന്നത് മരണത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിന്ദതയാണ്. 2 രീതിയിലാണ് മനുഷ്യന്മാരെ കൊണ്ടുപോവുക. ഇക്റാം, കറാമത്ത് നൽകിയിട്ടും കൊണ്ടുപോകും, ദില്ലത്ത് നൽകിയിട്ടും കൊണ്ടുപോകും. ഈ 2 രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ കറാമത്ത് നൽകിയിട്ട് അല്ലാഹു ഇക്റാം ചെയ്ത് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോയ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാരഥന്മാരായ സ്വഹാബിമാർ, മഹാനായ ആമിർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഒക്കെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം,
സ്ഥിരപ്പെട്ടു വന്ന അസറുകളാണ് ഇതൊക്കെ. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പുറത്തേക്ക് വന്നപ്പോൾ ആ മയ്യത്ത് ഏതാനും സമയം മുന്നേ, ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ മറമാടിയതുപോലെ അതിനൊരു കോട്ടവും വരാതെ, അതിനൊരു കുഴപ്പവും വരാതെ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഹറാം അദ്ദേഹം ഷഹീദായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു മറയില്ലാതെ ഒരു അടിമയോടും സംസാരിച്ചിട്ടില്ല, പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിനോട് അള്ളാഹു മറയില്ലാതെ സംസാരിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ മരിച്ച് 40 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതേപോലെ പുറത്തു വന്നു. അന്നെങ്ങനെയാണോ എൻ്റെ ഉപ്പയെ ഖബറടക്കിയത്, ഏത് രീതിയിലാണോ എൻ്റെ ഉപ്പയെ ഖബറടക്കിയത്, അതേപോലെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ചുളിയാതെ, ഉണങ്ങാതെ, പുഴുക്കുത്തേൽക്കാതെ, ചിതലുകളേൽക്കാതെ എൻ്റെ ഉപ്പയുടെ ശരീരം അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകുന്ന ഇക്റാം എന്ന് പറയുന്നത്. അല്ലാഹു നൽകുന്ന കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ബഹുമതിയാണ്, അല്ലാഹു നൽകുന്ന ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുമാറാകട്ടെ. എല്ലാ വിശ്വാസികളുടെയും ശരീരം ഇതുപോലെ സംരക്ഷിക്കപ്പെടുകയില്ല. അല്ലാഹു ഓരോരുത്തർക്ക് നൽകുന്ന പ്രത്യേകതയാണ്. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അതേപോലെ അമ്പിയാക്കളല്ലാത്ത ചിലരുടെ ശരീരത്തെ അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, അല്ലാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ശരീരത്തെ മണ്ണിന് അല്ലാഹു ഹറാമാക്കും, മണ്ണിനെ തൊടാൻ സമ്മതിക്കൂല. അതിന് പ്രത്യേകത വേണം. ആ പ്രത്യേകത നേടിയെടുക്കുക ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വയിലൂടെയാണ്. ജീവിതത്തിൽ നാം പാലിക്കുന്ന നിഷ്കർഷതയിലൂടെയാണ്. അള്ളാഹുവിന് വേണ്ടി നാം വേണ്ടാന്ന് വെക്കുന്ന പാപഭംഗിലമായ നാളുകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിൻ്റെ ഇക്റാം നേടിയെടുക്കുക, അള്ളാഹുവിൻ്റെ ബഹുമാനവും ആദരവും നേടിയെടുക്കുക. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യിത്ത് ഖബറടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഅദിൻ്റെ ജസദും റൂഹും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു എന്നാണ്. എല്ലാ മുഅ്മിനും മരിച്ചു കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ വാതിൽ തുറക്കും. എങ്ങനെയാണത് തുറക്കുക? ഒന്നാമത്തെ ആകാശത്തിലേക്ക് മലക്കുകൾ പോകും. ആ ആകാശത്തിൻ്റെ കാവൽ മാലയകയോട് അനുവാദം ചോദിക്കും, അവിടുന്ന് തുറക്കപ്പെടും. അവിടുന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക്, മൂന്നാമത്തെ ആകാശത്തിലേക്ക്. എന്നാൽ ഒരു 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 ഫാജിറായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന